വിമാന ഇന്ധനത്തിന്റെ കരുതൽ ശേഖരം രാജ്യത്ത് 2 മാസത്തേക്ക് മാത്രം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധനവില കൂടുന്നുണ്ട്. ഇക്കാരണത്താൽ വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് വൻതോതിൽ കൂടാനുള്ള സാധ്യതയാണുള്ളത്. പ്രതിസന്ധി പരിഹരിക്കാൻ ബദൽ മാർഗം തേടി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് വിമാന ഇന്ധനത്തിന്റെ ആശങ്ക വീണ്ടും വർദ്ധിക്കുന്നു. വിമാന ഇന്ധനത്തിന്റെ കരുതൽ ശേഖരം രാജ്യത്ത് 2 മാസത്തേക്ക് മാത്രമെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ധനം ലഭിക്കുന്നത് കുറഞ്ഞതിനാൽ വില കൂടുകയാണ്. ഇക്കാരണത്താൽ വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് വൻതോതിൽ കൂടാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട വ്യോമയാന മന്ത്രാലയം ബദൽ മാർഗം തേടിത്തുടങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലാണ് 60 ദിവസത്തേക്കുള്ള ഇന്ധനമുണ്ടെന്ന് വ്യോമയാന മന്ത്രി അറിയിച്ചത്. ഏപ്രിൽ 1 മുതൽ ഇന്ധനവില കൂടിയതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയ വാറ്റ് കുറയ്ക്കാൻ വ്യോമയാന മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായാണ് വാറ്റ് നിരക്കുകളുള്ളത്. യുപിയിൽ വിമാന ഇന്ധനത്തിന് 1% വാറ്റെങ്കിൽ ഡൽഹിയിൽ 25% ഈടാക്കുന്നത്. കൂടാതെ ലോകത്തെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങൾ ഒന്നുകൂടിയാണ് ഡൽഹി. 7.9 കോടി പേരാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം ഡൽഹി വഴി യാത്ര ചെയ്തതും. വാറ്റ് കുറയ്ക്കുന്നത് തങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് വ്യോമയാന കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം ഇന്ധനവിലയിൽ കുതിപ്പുണ്ടാക്കിയതു മുതൽ നികുതി ഭാരം കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാമെന്ന് വിമാന കമ്പനികൾ മന്ത്രാലയത്തോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. സംഘർഷാവസ്ഥ തുടങ്ങിയ ശേഷം ആഗോളതലത്തിൽ ശരിക്കും വിമാന ഇന്ധനവില ഏകദേശം ഇരട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഫെബ്രുവരി 27 പ്രതിവാര ശരാശരി വില വിപയ്ക്ക് $99.40 ആയിരുന്നെങ്കിൽ മാർച്ച് 27 $195.19 മാറി. ഇതോടെ ടിക്കറ്റ് നിരക്കിലും വലിയ വർധനവാണുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ഇന്ധനത്തിന്റെ അതായത് ഏവിയേഷൻ ഫ്യൂവൽ ATF വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചെങ്കിലും ആഭ്യന്തര സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്കുള്ള വർധന 25% മാത്രമാണ് ഈടാക്കുന്നത്. എന്നാൽ രാജ്യാന്തര സർവീസുകൾക്ക് ഏവിയേഷൻ ഇന്ധനത്തിലുള്ള വൻവില വർധനവ് അതേപടി ബാധകമാകും. ആഭ്യന്തര യാത്രാക്കൂലി കൂടുമെങ്കിലും രാജ്യാന്തര യാത്രകൾക്കായിരിക്കും വൻതോതിൽ നിരക്ക് വർദ്ധിക്കുക. വിമാന ഇന്ധനവില ഇരട്ടിയായി വർദ്ധിച്ചെങ്കിലും വ്യോമയാന പെട്രോളിയം മന്ത്രാലയങ്ങളും എണ്ണ കമ്പനികളും കൂടിയാലോചിച്ച 25% വർധനവ് മാത്രം വിമാന കമ്പനികളിലേക്ക് കൈമാറിയാൽ മതിയെന്നാണ് തീരുമാനിച്ചത്. ലിറ്ററിന് ശരാശരി 15 രൂപയുടെ വർധനവാണുള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.